PSC അഡ്വൈസ് കൈ കിട്ടുന്നത് വരെ ആ ഒരു ആകാംക്ഷയാണ്. അത് കൈ കിട്ടി എനിക്ക് ആദ്യം എൻ്റെ അമ്മയുടെ കൊണ്ടു കൊടുക്കണമെന്നായിരുന്നു ആഗ്രഹം. അങ്ങനെ ഞാൻ അമ്മയുടെ കൊടുക്കുന്നു. അച്ഛനും ഉണ്ട് ഒപ്പം. അന്ന് അമ്മ ഭയങ്കരമായിട്ടും ഇമോഷണൽ ആയിരുന്നു. അത് കൈ കിട്ടുന്ന അമ്മ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. അതിനു വേണ്ടിയായിരുന്നു ഞാൻ ഇത്രയും നാളും കാത്തിരുന്നത്. അത് ഞാൻ നേടിയതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. നമസ്കാരം, എൻ്റെ പേര് അപർണ. ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ അമ്പലത്തറ എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. ഞാൻ ഇക്കഴിഞ്ഞ 2024 LD ടൈപ്പിസ്റ്റ് എറണാകുളം ജില്ലയിൽ 60ാമത്തെ റാങ്കായിരുന്നു എനിക്ക്. ഇപ്പം ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. എൻ്റെ വീട്ടിൽ അച്ഛൻ, അമ്മ, അനിയൻ എന്നിവരാണുള്ളത്. അമ്മ അംഗൻവാടി ടീച്ചറാണ്. അച്ഛൻ ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, വീട്ടിൽ തന്നെയാണ്. അനിയൻ BSc നേഴ്സിംഗ് 3rd ഇയർ വിദ്യാർത്ഥിയാണ്. എൻ്റെ പഠനകാലത്തെ പറ്റി പറയുവാണെങ്കിൽ ഞാൻ +2 വരെ പഠിച്ചത് ഗവൺമെൻറ് VHS ഫോർ ഗേൾസ് മണക്കാട് സ്കൂളിലാണ്. 2018 +2 പാസ് ഔട്ട് ആവുന്നത്. അതിനുശേഷം ഡിഗ്രി പഠനം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിഷയമാണ് മാത്സ്. അപ്പോൾ അതിൽ തന്നെയാണ് ഞാൻ ബിരുദം എടുത്തത്. യൂണിവേഴ്സിറ്റി കോളേജിലാണ് ഡിഗ്രി പഠനം പൂർത്തിയാക്കിയത്. 2021 ഡിഗ്രി പൂർത്തിയാക്കുന്നു. ഡിഗ്രി പഠിക്കുന്ന സമയത്ത് എനിക്ക് PSC എന്ന് പറയുന്നൊരു ചിന്തയില്ലായിരുന്നു. ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം പിന്നെ എത്രയും പെട്ടെന്ന് ഒരു ജോലിക്ക് കയറുക, അപ്പം എങ്ങനെയെങ്കിലും ഒരു ഗവൺമെൻറ് സർവീസിലേക്ക് കയറുക എന്നുള്ളതായിരുന്നു എൻ്റെ ലക്ഷ്യം. അപ്പം 2021 ഫെബ്രുവരി മാസത്തിലാണ് ഞാൻ ആദ്യമായിട്ടൊരു 10th പ്രിലിംസ് അറ്റൻഡ് ചെയ്യാനായിട്ട് പോകുന്നത്. പോയി എഴുതി. വേറെ പ്രത്യേകിച്ച് അങ്ങനെ പ്രതീക്ഷകളൊന്നും ഇല്ലായിരുന്നു. വെറും 16 മാർക്കേ കട്ട് ഓഫ് ഉണ്ടായിരുന്നുള്ളൂ. അന്ന് ആ 16 മാർക്ക് പോലും എനിക്ക് കിട്ടിയില്ല എന്നുള്ളതായിരുന്നു. അപ്പം എനിക്ക് മനസ്സിലായി, ഇപ്പോൾ ഇങ്ങനെ ഒരു പഠനം കൊണ്ട് നമുക്കൊരു ഗവൺമെൻറ് സർവീസിലേക്ക് കയറാൻ പറ്റില്ല എന്നുള്ളത് ഞാൻ അന്ന് മനസ്സിലാക്കിയ കാര്യമായിരുന്നു. 2022 ഞാൻ വീറ്റോ എന്ന PSC കോച്ചിങ് സെൻറ്ററിലേക്ക് ആദ്യമായിട്ട് PSC പഠിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ജോയിൻ ചെയ്യുന്നത്. ഞാൻ എന്ത് കാര്യം ചെയ്താലും അതിൽ എക്സ്പീരിയൻസ്, അതിലൊരു അച്ചീവ് ചെയ്ത ഒരാളോട് ചോദിച്ചൊരു എക്സ്പീരിയൻസ് അറിയാൻ വേണ്ടി ഞാൻ ചോദിക്കുന്നൊരു സ്വഭാവം എനിക്കുണ്ട്. അപ്പം ഞാൻ ഈ PSCയിൽ തന്നെ ജോലി കിട്ടിയ ഞങ്ങളുടെ ഒരു കസിൻ, ആ ചേട്ടനോടാണ് ഞാനിങ്ങനെ ചോദിക്കുന്നത്. അപ്പോൾ ചേട്ടൻ പറഞ്ഞ ഒരേ ഒരു കാര്യമുള്ളൂ, നമ്മളിപ്പോൾ ഏത് സ്ഥാപനത്തിൽ പഠിക്കാനായിട്ട് കയറിയാലും നമ്മൾ തന്നെയാണ് പഠിക്കേണ്ടത്. നമ്മൾ എത്രമാത്രം അതിനൊരു എഫേർട്ട് കൊടുക്കുന്നു എന്നുള്ളതിലാണ് കാര്യം. പിന്നെ പഠിക്കാനുള്ള കാര്യങ്ങൾ, അത് നീ ഒരു 3 മാസം ഒരു കോച്ചിങ് സെൻറ്ററിൽ പോയി, 3 മാസത്തിൽ ഒരു 6 മാസത്തോളം തന്നെ ഒരു കോച്ചിങ് സെൻറ്ററിൽ പോയി പഠിക്കുമ്പോൾ അത് ആ ഒരു ട്രാക്കിലേക്ക് നമ്മൾ എന്തായാലും എത്തും. നമ്മൾ ആ ഒരു ആഗ്രഹത്തോടു കൂടിയാണ് ചേരുന്നത്. അപ്പോൾ ഒരിക്കലും അതിൽ നിന്ന് പിന്മാറാതെ അത് നേടുന്നവരെ, ഒരു റാങ്ക് ലിസ്റ്റ് നേടി നമ്മളൊരു ജോലിക്ക് കയറുന്നവരെ പഠിക്കണം. അന്ന് മുതൽ തുടങ്ങിയ പഠനമാണ്. എനിക്കൊരു ജോലി കിട്ടുന്നത് വരെയും ഞാൻ ഒരു ദിവസത്തിൽ കിട്ടുന്ന മാക്സിമം ടൈമിന് പഠിക്കുമായിരുന്നു. ഒരു 3 മാസത്തിന് ശേഷമാണ് എനിക്ക് 10th പ്രിലിംസ്, അതായത് ഞാൻ പഠിച്ചു തുടങ്ങിയതിന് ശേഷമുള്ള 10th പ്രിലിംസ് വരുന്നത്. ഇത് പഠിക്കാതെ പോയതിൽ ടെൻഷനൊന്നും ഇല്ലാതെ ഇത് പഠിച്ചു തുടങ്ങി ആദ്യത്തെ എക്സാമാണ്. ഞാൻ നന്നായിട്ട്, എൻ്റെ മനസ്സിലൊരാഗ്രഹം, എന്തായാലും നമ്മൾ കഷ്ടപ്പെട്ടാൽ അതിനുള്ള റിസൾട്ട് നമുക്ക് എന്തായാലും ഉണ്ടാവും എന്നുള്ളൊരു വിശ്വാസം മാത്രമേ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. അറ്റൻഡ് ചെയ്തു. അന്ന് ഞാൻ വൈകിട്ട് വന്നതിന് ശേഷം മാർക്ക് നോക്കി. അന്ന് എനിക്ക് 74 മാർക്കായിരുന്നു അന്ന് ഞാൻ സ്കോർ ചെയ്തത്. വെറും 3 മാസം കൊണ്ട് ഞാൻ പഠിച്ചു നേടാം. അപ്പോൾ ആദ്യം 16 മാർക്ക് പോലും നേടാൻ കഴിഞ്ഞില്ല. പിന്നെ എനിക്ക് ഒരു 3 മാസം കൊണ്ട് എനിക്ക് 74 മാർക്കിലോട്ട് എത്തിച്ചേരാൻ പറ്റിയെങ്കിൽ ഞാൻ എടുത്ത എഫേർട്ടും അതിനുള്ള റിസൾട്ട് എന്തായാലും എനിക്ക് കിട്ടുമെന്നുള്ളൊരു ആത്മവിശ്വാസമാണ് ഞാനിപ്പോൾ ഇവിടെ നിന്ന് സംസാരിക്കാൻ തന്നെ കാര്യം. ട്യൂഷൻ പഠിപ്പിക്കുന്നത് എനിക്ക് ഭയങ്കരമായിട്ടും അതിൽ നിന്ന് എനിക്ക് SCERT കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നീട് നമ്മളൊരു ക്വസ്റ്റ്യൻ പാറ്റേണൊക്കെ ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും കൂടുതലും SCERT എന്നുള്ളതാണ്. അപ്പോൾ ട്യൂഷൻ പഠിപ്പിക്കുന്നതിലൂടെ എനിക്ക് SCERT പിന്നീട് അതെടുത്ത് വീണ്ടും പഠിക്കേണ്ട ഒരു ഇത് വന്നിട്ടില്ല. ആ പഠിക്കുന്ന കൂട്ടത്തിൽ തന്നെ അത് കവർ ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. 2022 LD ടൈപ്പിസ്റ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വിളിക്കുന്നത്. 2023 എക്സാം. ഞാൻ ടൈപ്പ് റൈറ്റിങ്ങിൻ്റെ ക്വാളിഫൈഡ് ആവുന്നത് ഡിഗ്രി പഠനത്തോടൊപ്പമാണ്. പിന്നെ ടൈപ്പിസ്റ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വിളിച്ചപ്പോൾ അപ്ലൈ ചെയ്തു. എക്സാമിന് 1 മാസം മുമ്പെയാണ് ഞാൻ ഈ ടൈപ്പ് റൈറ്റിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പഠിക്കുന്നത്. PSCയിൽ ഒരു 20 മാർക്ക് എനിക്ക് ഇംഗ്ലീഷ് ഓക്കെ ആയിരുന്നു, 20 മാർക്കിനുള്ള മലയാളം ഓക്കെ ആയിരുന്നു, 10 മാർക്കിനുള്ള GKയും
PSC പഠിക്കുന്നതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ട് തോന്നിയില്ല. പിന്നെ ഒരു 50 മാർക്ക് എന്ന് പറയുന്നത് ടൈപ്പ് റൈറ്റിംഗ് ക്വാളിഫിക്കേഷനുമായി ബന്ധപ്പെട്ട എക്സൽ, പവർ പോയിന്റ്, വേർഡ്, ടൈപ്പ് റൈറ്റിംഗ്. അപ്പം അതുമായി ബന്ധപ്പെട്ട് എനിക്ക് സ്വന്തമായിട്ട് തന്നെ നോട്ട് എഴുതി പഠിക്കണമായിരുന്നു. 1 മാസത്തോളം ഞാൻ എന്നോടൊപ്പം പഠിക്കാനായിട്ടൊരു ചേച്ചിയും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കമ്പൈൻ സ്റ്റഡി ആയിരുന്നു. സ്വന്തമായിട്ട് നോട്ട് പ്രിപ്പയർ ചെയ്ത് ഞങ്ങളൊരു റാങ്ക് ഫയലും വാങ്ങി സ്വന്തമായിട്ട് തന്നെ നോട്ട് എഴുതി പഠിക്കുന്നൊരു ഇതായിരുന്നു. എനിക്ക് എൻ്റേതായൊരു പഠന രീതി, അതായത് കിട്ടുന്ന സമയം മാക്സിമം പഠിക്കുക എന്നുള്ളതായിരുന്നു. തൊഴിൽവീഥിയാണ് ഞാൻ വായിച്ചിരുന്നത്. കൃത്യമായിട്ട് എല്ലാ തിങ്കളാഴ്ചയും വരുന്ന തൊഴിൽവീഥി ആദ്യം പഠിച്ചു തുടങ്ങിയ സമയത്ത് എനിക്ക് ഒരാഴ്ചയൊക്കെ വേണമായിരുന്നു അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി. പിന്നീട് ആ ഒരു ട്രാക്കിലേക്ക് എത്തിയതിന് ശേഷം ഞാൻ 1-2 ദിവസം കൊണ്ട് അത് ഫുള്ളും കംപ്ലീറ്റ് ആയിട്ട് വായിച്ച് തീർക്കുമായിരുന്നു. അതിലുള്ള മോക്ക് ടെസ്റ്റ് എല്ലാം കൃത്യമായി ചെയ്യുമായിരുന്നു. ജസ്റ്റ് അതിലെനിക്ക് ഒരു എഫക്റ്റീവായിട്ട് തോന്നിയെന്ന് വെച്ചാൽ റെപ്പറ്റീഷന്, നമുക്കൊരു റിവിഷൻ പോലെ എനിക്ക് അത് യൂസ്ഫുൾ ആയിരുന്നു. ഒരാഴ്ചയിൽ വായിക്കുന്ന കാര്യങ്ങൾ അത് അടുത്ത ആഴ്ചയിൽ വരുന്ന തൊഴിൽവീഥിയിൽ അതിൻ്റെ റെപ്പറ്റീഷനായിട്ടുള്ള കാര്യങ്ങൾ എന്തായാലും കുറച്ച് കണ്ടന്റെങ്കിലും വായിക്കും നമ്മൾ. അപ്പം റിവിഷൻ എന്നുള്ളത് നമ്മുടെ PSCയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. PYQ ചെയ്യുന്നതാണ് എനിക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് തോന്നിയത്. കാരണം ഇപ്പം നടത്തുന്ന ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ എനിക്ക് അത് യൂസ്ഫുൾ ആയിരുന്നു. ഒരു മെയ് മാസത്തിലാണ് എനിക്ക് PSC അഡ്വൈസ് അയക്കുന്നത്. PSC അഡ്വൈസ് കൈ കിട്ടുന്നത് വരെ ആ ഒരു ആകാംക്ഷയാണ്. അത് കൈ കിട്ടി എനിക്ക് ആദ്യം എൻ്റെ അമ്മയുടെ കയ്യിൽ കൊണ്ടു കൊടുക്കണമെന്നായിരുന്നു ആഗ്രഹം. അങ്ങനെ ഞാൻ അമ്മയുടെ കയ്യിൽ കൊടുക്കുന്നു. അച്ഛനും ഉണ്ട് ഒപ്പം. അന്ന് അമ്മ ഭയങ്കരമായിട്ടും ഇമോഷണലായിരുന്നു. ഇപ്പോൾ PSC പഠിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ PSC ജേണിയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ കാര്യം, നമ്മളൊരു ലക്ഷ്യബോധം നമുക്ക് ഉണ്ടായാൽ നമ്മളത് നേടുന്നവരെ നമ്മൾ പഠിക്കണം. കഠിനമായിട്ടും ആ ഒരു ലക്ഷ്യത്തിൽ എത്തുന്നത് വരെ നമ്മൾ തീർച്ചയായിട്ടും ഒരു സമയം പോലും കളയാതെ നമ്മൾ അതിനു വേണ്ടി ആത്മാർത്ഥമായിട്ട് പഠിച്ചാൽ നമുക്കത് നമ്മുടെ ആ ലക്ഷ്യസ്ഥാനത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ വേണ്ടി കഴിയുമെന്നുള്ളതാണ്. കൃത്യമായിട്ടൊരു നമ്മുടേതായൊരു പഠന രീതി വെച്ച് നമ്മൾ മാക്സിമം ടൈം പഠിക്കാൻ നോക്കുക. നമുക്ക് ആ ഒരു ലക്ഷ്യത്തിലേക്ക് എന്തായാലും എത്തിപ്പെടാൻ കഴിയും.